ഇവിടെ ഇങ്ങനെ ടോയ്ലറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ലൈന് നിൽക്കാനുള്ള കേട്ടോ. ഇതിൽ കൂടെ ഇങ്ങനെ കയറി വളഞ്ഞ് തിരിഞ്ഞ് ആ ഒരു ഇത് കാണില്ലേ, ഒരു ബിൽഡിങ് അവിടേക്ക് എത്തണം. ഒരുപാടുണ്ട് കേട്ടോ ഈ ആട്ടുംകൂടുമാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള. ഇത് ഫ്രീ ദർശനത്തിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നമുക്ക്. പിന്നെ ആ ഒരു മലനിരകളും കാര്യങ്ങളും തന്നെയാണ് ഇവിടുത്തെ ഒരു രസകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഒരുപാട് പാർക്കിങ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാ പാർക്കിങ്ങിലും നമുക്ക് ബാത്റൂം കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത്യാവശ്യത്തിന് വൃത്തിയുള്ള കടയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലത്തെ ചെമ്പിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കുന്നത്. കുഴപ്പമില്ലാത്ത വൃത്തിയിലുള്ള സാഹചര്യത്തിലുള്ളൊരു കടയിലാണ് ഞാൻ കയറിയിട്ടുള്ളത്. ഇതിങ്ങനെ ഒരു കോംബോ ആണെന്ന് തോന്നുന്നത്. 2 ചിക്കൻ ചില്ലി ഉണ്ട്, ഒരു മുടയുണ്ട്, പിന്നെ ഒരു പെപ്സി ഉണ്ട്. ഇത് ഒരു കോംബോ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മതി റൈസിലാണ് ബിരിയാണി കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ പക്കോട എന്നുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ പക്കോട എന്ന് പറഞ്ഞാൽ ചിക്കൻ ചില്ലി ഇട്ടാൽ നമ്മുടെ നാട്ടിലത്തെ ഈ ഒരളവ് ക്വാണ്ടിറ്റി, അതായത് 250 ഗ്രാമിന് 80 രൂപയാണ് ഇവിടെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ കൂടെ പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ഒരു രീതിയാണ്. വെള്ളം പോലത്തെ തൈര്, പിന്നെ അതിൻ്റെ കൂടെ കറികൾ. ഇത് ബിരിയാണീൻ്റെ കൂടെയുള്ള സംഭവമാണ് കേട്ടോ. തിരുപ്പതി ഉൾപ്രദേശങ്ങളിലൂടെയാണ് ഈ യാത്ര ചെയ്യണത്. അപ്പോൾ നോക്കുമ്പോൾ ഫുള്ളായിട്ട് നല്ല വീതി കൂടിയ റോഡുകൾ, ഫ്ലാറ്റുകൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതലും കാണുന്നത്. സെൻട്രലായിട്ട് പൂക്കൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഡിവൈഡർ കാണാം. ഇതൊരു റോഡല്ല കേട്ടോ, മറ്റേ റോട്ടിൽ പോയപ്പോൾ ഇതേ അവസ്ഥ തന്നെയായിരുന്നു. ഇപ്പോൾ 2-3 റോഡ് കൂടി ഞാൻ കടന്ന് അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാൻ നിന്നില്ല. ഈ റോഡിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെ ആണെങ്കിൽ മഴവില്ലിൻ്റെ ഒരു ഡിസൈനിങ് ഒക്കെയാണ് നമ്മളെ ഡിവൈഡറിനൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാറ്റുകളാണ് കൂടുതലും ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ചായക്കടകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഈ ചായപ്രേമികളുടെ നാടാണെന്ന് തോന്നുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ചായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതലും. ഫുഡിൻ്റെ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. കടകളൊക്കെ തന്നെ ആ ഒരു പഴമയിലുള്ള ആ ഒരു ഒറ്റ റൂമിലുള്ള കടകളാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ വരുന്ന ബിൽഡിങ്ങുകളൊക്കെ തന്നെ ഒരുപാട് അപ്ഡേറ്റ് ആക്കിക്കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ബിൽഡിങ്ങിൻ്റെ പുരോഗമന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊച്ചിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു കൺസെപ്റ്റിനോട് മാച്ചാകും എന്നാണ് തോന്നുന്നത്. അത്രത്തോളം ക്രൗഡ് ഇല്ലെങ്കിലും ഇവിടെ ഫുള്ളായിട്ട് ക്രൗഡ് പുറത്തു നിന്ന് വരുന്ന ആളുകളാണ്. സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഡിവൈഡറുകൾ കാണാം. അതിന് മേലെയായിട്ട് നല്ല ബൾബുകൾ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വൃത്തിയുള്ള സാഹചര്യം തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ടൗണിൻ്റെ ഒരു ഉൾഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ. ആ ഒരു മലനിരകൾ മാത്രമാണ് അവിടെ ഇങ്ങനെ, ആ ഒരു മലനിരകളുള്ള പ്രദേശങ്ങളിലാണ് മല ഉള്ളത്. ഈ ഒരു അടിഭാഗത്ത് ഇവിടെ ഒന്നായിട്ട് മലയില്ല. ഇവിടെ ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നീളത്തിലുള്ളൊരു മലയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ വേറൊരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കുറച്ച് തിരക്ക് പിടിച്ച റോഡാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലായിട്ട് കുറച്ച് കടകളൊക്കെ കാണാം. പച്ചക്കറി കടകളാണ് കൂടുതലായിട്ടുള്ളത്. ആ ഒരു ബോർഡ് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മുനിസിപ്പാലിറ്റി ആണെന്നാണ് തോന്നുന്നത്. തെലുങ്കുലാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഉള്ളത് തിരുപ്പതിയിലാണ്. തിരുപ്പതിൻ്റെ ഒരു എടുത്ത് പറയേണ്ട ഒരു വികസന പ്രവർത്തനം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പാലാണ് കേട്ടോ. അതായത് അവിടെ ഇങ്ങനെ മെയിൻ റോഡിൻ്റെ അടിയിൽ അതിൻ്റെ മേലെ കൂടി പോണ പാലാണ്, വാഹനങ്ങൾക്ക് ഉള്ളതാണ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്കുള്ള പാലാണിത്. ഇങ്ങോട്ടൊക്കെയാണെ എന്തുമാത്രം ഗവൺമെൻറ് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാട്ടോ നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത് ആന്ധ്രാപ്രദേശ് തിരുപ്പതിയിലെ ഒരു ബസ് സ്റ്റാൻഡാണ്. മനോഹരമായിട്ടുള്ളൊരു ബസ് സ്റ്റാൻഡ്. അതിലുപരി ഈ ഒരു പാലൊക്കെയാണ് എടുത്ത് പറയേണ്ടത്. ഞാൻ ആദ്യം ഈ ടൗണിൽ കൊണ്ട് ഇറങ്ങിയ പാട് വിചാരിച്ചത് ഇത് മറ്റേ മെട്രോ ആയിരിക്കും എന്നുള്ളതാണ്. മെട്രോ അല്ല എന്നുള്ളത് പിന്നെയാണ് മനസ്സിലാക്കിയത്. ഏത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും മനോഹരമായിട്ടുള്ള ഈ ഒരു പാലമാണ് ഈ ഒരു ടൗണിൻ്റെ സുവിശേഷത. ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇനി ബസ് സ്റ്റാൻഡിൽ നിന്ന് കയറിയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടുപോരണം. ഇന്ത്യയിലൊക്കെ തന്നെ ചെറിയ ചെറിയ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ബിസിനസ്സുമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് തോന്നുന്നത് ഇവിടെയൊക്കെ. പിന്നെ ഇവിടെ ഇങ്ങനെ അന്വേഷിച്ച് മനസ്സിലാക്കിയപ്പോഴേ 5 കൊല്ലം ഇങ്ങോട്ട് നല്ല അപ്ഡേഷനാണ് തിരുപ്പതിയിലും പിന്നെ പൊതുവെ ആന്ധ്രാപ്രദേശിലും എന്നുള്ളതൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പഴയകാല ആന്ധ്രാപ്രദേശ് അല്ല എന്നുള്ളതാണ്. ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ബാരിക്കേഡ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആൾക്കാർക്ക് നടക്കാൻ പറ്റുന്ന രൂപത്തിൽ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞ പാലതാണ് കേട്ടോ. ആ പാലം നേരെ അങ്ങോട്ട് ബസ് സ്റ്റാൻഡിലേക്കാണ് വരുന്നത്. എന്താല്ലേ ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു ബസ് സ്റ്റാൻഡ് പിന്നെ ഗവൺമെൻറ് സംവിധാനങ്ങളൊക്കെയാണല്ലോ. അത് കറക്റ്റായിട്ട് ഇവിടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പവർ കൊണ്ട് എടുത്ത് കാണിക്കുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആയിട്ടുള്ള ചെറുകിട ഷോപ്പുകളൊക്കെ തന്നെ കാണാം.
ബോർഡുകൾ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബസ്സുകളും തന്നെ കുറേയൊക്കെ ഇഞ്ഞ് മറ്റേ നമ്മളവിടുത്തെ പ്രകാശ് ബോഡിയിലേക്കൊക്കെ കൺവെർട്ടായി വരുന്ന ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നുള്ളത് ഒരു ബോക്സ് ടൈപ്പായിട്ടുള്ള സർക്കാർ ബസ്സുകളാണ് കാണാൻ സാധിക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകളൊക്കെ തന്നെ അത്യാവശ്യം ലുക്കിലും കാണാം. ഇത് തമിഴ്നാടിൻ്റെ ബസ്സാണ്. പ്രകാശ് ബോഡി പോലത്തെ ഒരു ബസ്സിലാണ്, പ്രകാശ് ബോഡിയാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നതാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം. ആണ് നോക്കിയിട്ട് ഇരിക്കാനായിട്ടുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ, ആ തല വരെ ലൈറ്റ് കാര്യങ്ങൾ ഫാന് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടകൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളാണുള്ളത്. അത് നോർമലി നമ്മളവിടെയൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോഴാട്ടോ നമുക്ക് ഒരു വൈവിധ്യം തോന്നുന്നത്. ഇരിക്കാനായിട്ടുള്ള ഈ ഒരു അറേഞ്ച്മെൻ്റ് ഇല്ല, ആ തല വരെ കണ്ണെത്താ ദൂരം ഉണ്ട് എന്നുള്ളതാണ്. നല്ല അപ്ഡേറ്റ് വെച്ചാൽ പെരുഞ്ചാതി അപ്ഡേറ്റ് കേട്ടോ. നമ്മളെ കോഴിക്കോട് ബസ് സ്റ്റാൻഡില്ലേ പ്രൈവറ്റ്, അതിൻ്റെയൊക്കെ ഏകദേശം രൂപമാണെങ്കിലും അതിലേറെ ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു പ്രത്യേക ഡിസൈനിലാണ് എല്ലാം നിർമ്മിച്ച് വെച്ചിട്ടുള്ളത്. ബസ്സുകളെല്ലാം തന്നെ അവിടെ ഇങ്ങനെ നിർത്താനുള്ള ട്രാക്ക് കാര്യങ്ങളൊക്കെ അത് സ്വാഭാവികമായിട്ടും എല്ലായിടത്തും ഉള്ള പോലെ, പക്ഷെ അത്യാവശ്യം ഹൈജീനിക്കായിട്ടും വൃത്തിയായിട്ടുള്ള സാഹചര്യം തന്നെയുണ്ട് നമുക്കിവിടെയൊക്കെ കാണാൻ സാധിക്കുന്നത്. ഒരു ഭാഗത്തായിട്ട് ഇലക്ട്രിക് ബസ്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊരു ഇലക്ട്രിക് ബസ്സാണ്, കുഞ്ഞ ബസ്സുകൾ കേട്ടോ ഇലക്ട്രിക്കൽ. ഇത് തിരുപ്പതി അമ്പലത്തിലേക്ക് പോണ ബസ്സാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് 90 രൂപയ്ക്ക് ഒരാൾക്ക് തിരുപ്പതി പോവാം, അവിടുന്ന് വരാനും 90 രൂപ. ഇനി അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 160 രൂപയേ ഉള്ളൂ. ആ പാലം ഒരുപാട് വിശ്വാസികളൊക്കെ തന്നെ അമ്പലത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ ഒരു ഉണർവ് ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ബസ്സുകളൊക്കെ തിരുപ്പതി ക്ഷേത്രത്തിലേക്കുള്ളതാണ്. പാലമാണ് ആ കാണുന്നത്, ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഈ ഒരു ഏരിയക്ക് വന്നപ്പോൾ ഫുള്ള് കുഞ്ഞു കുഞ്ഞു ബസ്സുകളാണ് കേട്ടോ ഇലക്ട്രിക്കലിൻ്റെ. ഇവിടെയൊക്കെ നിരത്തിയിട്ടിരിക്കണേ. ചിലപ്പം ടൗൺ സർവീസ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ബസ്സാവും, ചിലപ്പം അങ്ങോട്ട് മലയിലേക്കൊക്കെ കയറുന്ന ബസ്സുകളുണ്ടാവും. തിരുവണ്ണാമല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്, തിരുമല അതന്നെ, അങ്ങോട്ട് അമ്പലത്തിലേക്കുള്ള ബസ്സാണ്. പിന്നെ എയർപോർട്ട്, ഓരോ ഏരിയക്ക് പോകുന്ന ബസ്സുകളാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈനിങ് നോക്കി, അതുപോലെ കുഞ്ഞ ബസ് കേട്ടോ, സാധാരണ നമ്മളെ ഇവിടെ ഓടുന്ന അങ്ങനത്തെ ബസ്. ഏരിയയിലായിട്ടും ഇരിക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഫെസിലിറ്റീസ്. ഇങ്ങോട്ടൊക്കെ ഫാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇരിക്കാനായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റും ഉണ്ട് കേട്ടോ. പാലം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് ബെൻഡായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ കിടക്കാനുള്ള റോഡ്. പിന്നെ ഇതൊരു ചെറിയ കുഞ്ഞ ബസ് സ്റ്റാൻഡ് തന്നെയാണ്. വേറെ ഏതെങ്കിലും ഏരിയയ്ക്ക് ഇങ്ങനെ പോണ ഓരോ ഏരിയ തരംതിരിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡാവും. ബസ്സുകളൊക്കെ നിർത്താനായിട്ടുണ്ടെങ്കിൽ ചെരിച്ച് ട്രാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. തിരുമല, അതായത് മലക്ക് മേലേക്ക് പോകാനായിട്ടുള്ള ഏരിയ ആണെന്ന് കേട്ടോ തോന്നുന്നത്. ഇവിടെയൊക്കെ തിരുമല എന്നുള്ള ബോർഡ് മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവാണ്ട്, അതായത് ഈ ഒരു 5 വർഷം കൊണ്ടാണ് ഇവിടെ മാറിയിട്ടുള്ളതെന്നാണ് എല്ലാവരും പൊതുവെ പറയുന്നത്. ആന്ധ്രാപ്രദേശിലെ പൊതുവെ വിലയിരുത്തൽ അതാണ്. ഇവിടെ വന്നപ്പോഴും ഞാനിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ 5 വർഷം കൊണ്ട് വളരെയധികം മാറ്റമാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നെ നമ്മൾ മലയാളികളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ആറ്റിറ്റ്യൂഡായിട്ടുള്ള ആളുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. നമ്മുടെ നാട്ടിലും കൂടുതൽ നല്ല ആൾക്കാരാണെന്ന് പറഞ്ഞ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേസാണ് ഇപ്പോൾ ആന്ധ്രാപ്രദേശ്. ഇപ്പോൾ വന്നുകാണ്ട് എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെടാം എന്നുള്ളൊരു രീതി ഇവിടെ ഉണ്ട് കേട്ടോ. ധൈര്യമായിട്ട് കയറിപ്പോര് താല്പര്യമുള്ള ആൾക്കാരൊക്കെ. ഇത് വേറൊരു സൈഡാണ് ബസ് സ്റ്റാൻഡിൻ്റെ. ബസ്സുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. തമിഴ്നാട് കാണാം. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമായതുകൊണ്ടായിരിക്കും തമിഴ്നാട് വണ്ടികളൊക്കെ ഇവിടെ കൂടുതൽ കാണാൻ സാധ്യത. മേലക്കൊന്ന് 4 പാലാണ്, അല്ല സോറി 3 പാലം. സെൻട്രൽ വലിയ പാലം, 2 സൈഡിലും ചെറിയ ചെറിയ പാലം. എന്നിട്ട് നോക്കി നിങ്ങൾ എജാതി ലുക്ക് വെച്ചിട്ടാ. ഇതൊക്കെ അല്ല അപ്ഡേഷൻ. താഴത്ത് ഉള്ള അതേ വീതിക്ക് മേലെയും കൊടുത്തേക്കുക. ഇതിനൊന്നും ആവശ്യം ശരിക്കും ഇവിടെ ഇല്ല, എന്നാലും വളരെ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ഇവിടെ ഇവിടുത്തെ അവസ്ഥ. ഇതൊക്കെ പോലീസുകാരെന്നാ അവിടെ നിൽക്കുന്നത്, നോക്കിക്കണം. അതൊക്കെ പാലം തന്നെ. എന്നിട്ട് നോക്കടോ, ഓരോ നാടിൻ്റെ വികസനങ്ങളിൽ എടുത്തു പറയേണ്ട ഓരോ സംഭവങ്ങൾ. എറണാകുളത്തൊക്കെ ഈ പാലം എന്നോ വരേണ്ടതാണ്, അതേപോലെ കോഴിക്കോടൊക്കെ. ഇപ്പോഴും ഇതൊക്കെ ചെയ്യട്ടെ. നമ്മുടെ നാട്ടിൽ നമുക്കൊരു കൊറിയർ വന്നിരുന്നു, ആ കൊറിയർ എടുക്കാൻ വേണ്ടിയിട്ടാണ് ടൗണിക്ക് വന്നത്. അങ്ങനെ നമ്മളെ നേരെ നോക്കുമ്പോൾ നോക്കിയിട്ടോ ആ മലൻ്റെ മേലെ റോഡ് കാര്യങ്ങളൊക്കെ പോണത് കാണാൻ സാധിക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ. അതിൻ്റെ വൃത്തിയിലും ഡിസൈനിങ്ങിലും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതിനാണ്
നമുക്ക് ഡിസൈനിങ്ങിലും വൃത്തിയിലും ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. നമ്മുടെ ബസ്സാണ് കേട്ടോ നേരത്തെ വിലം കിട്ടുക നമുക്ക്. ഇവിടുത്തെ നായിൻ്റെ മക്കൾക്ക് മറ്റേ ഇതുണ്ട് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒച്ചപ്പാടുണ്ടാക്കലുണ്ട്. നമ്മളവിടെ ആംബുലൻസിനാണ് അത് ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ ഈ വണ്ടിക്കാർ ആ ഒച്ചപ്പാട്ടപ്പോൾ പേടിച്ച് എന്നിട്ട് സൈഡാക്കി ആ ആംബുലൻസ് അയച്ചിട്ട് ടാക്സി വണ്ടിയാണ് ആ ഇന്നോവ. അതൊക്കെ ഇവിടുത്തെ കൾച്ചറിൻ്റെ ഓരോ ഇതാണ് സംഭവം. പിന്നെ ആ മലൻ്റെ മേലുള്ള റോഡും യജാതി ലുക്കാണ് വെച്ചിട്ടാ അവിടെ നോക്കുകയാണെങ്കിൽ കണ്ടാണ് ഈ ഒരു ഡ്രൈവറെ വളരെ മോശമാണ് കേട്ടോ. കണ്ടാണെങ്കിൽ നിർത്തിക്കണവനെ നേരത്തെ ഇതേപോലെ തന്നെ ഓൻ്റെതാണ് റോഡ് എന്നാണ് ഓൻ്റെ വിചാരം. ഇത് ഓരോ ഡ്രൈവർമാരെ കുറ്റമാണ്, അല്ലാതെ ബസ്സുകാരെയും ഗവൺമെൻറ്റിൻ്റെ കുറ്റമൊന്നുമല്ല. ഓനക്കെന്താ കുറച്ചുകൂടി സൈഡാക്കിയാൽ തലച്ചോറില്ലാത്ത ഓരോ ഡ്രൈവർമാരാണ്. ഇതൊക്കെ വീഡിയോ എടുത്ത് നമ്മളെ ഗണേഷ് കുമാറാണെങ്കിൽ ഇപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കാട്ടി കൊടുക്കുന്നത്. ഇതിപ്പോൾ ഓരോ എന്താള് ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിൽ ഇവിടെ ഒരു ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാണണം, ഇവിടെയൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് ഇനി പോകാൻ. മേലൊക്കെ നോക്കുകയാണ് അത് ലുക്ക് വെച്ചിട്ടാ. ഇങ്ങനെയാണ് തിരുപ്പതി മലേൻ്റെ ആ ഒരു എൻട്രൻസിലേക്ക് ഇങ്ങനെ പോവുക. ഈ റോട്ടിന് ഇങ്ങനെ പോയിട്ട് അവിടുന്ന് ചെക്ക് പോസ്റ്റ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ വരുന്നുണ്ട്.